ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് സയൻസ് ക്വിസുകൾ. അതിൽ ഞാൻ തയ്യാറാക്കിയ 15 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ചോദ്യം സിമ്പിൾ ആണ്. ISROയുടെ 100ാമത്തെ സാറ്റലൈറ്റ്, വിച്ച് ഈസ് ദ 100th സാറ്റലൈറ്റ് ഓഫ് ISRO? അത് കാർട്ടോസാറ്റ് 2 ആണ്. കാർട്ടോസാറ്റ് 1 അല്ല, കാർട്ടോസാറ്റ് 2. അതാണ് ISROയുടെ 100ാമത്തെ സാറ്റലൈറ്റ്. എങ്കിൽ ഏതാണ് ISROയുടെ ആദ്യത്തെ സാറ്റലൈറ്റ്? അതറിയാം, ആര്യഭട്ടയാണ്. ആര്യഭട്ട ആദ്യത്തെ സാറ്റലൈറ്റ്. ഏറ്റവും 100ാമത്തത് കാർട്ടോസാറ്റ് 2. ഈ മാപ്പുകൾ ഉണ്ടാക്കാനുള്ളത് അല്ലേ കാർട്ടോസാറ്റ്? അതെ, കാർട്ടോസാറ്റ് അതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ മാപ്പ് അതിനൊക്കെ വേണ്ടിയാണ് കാർട്ടോസാറ്റ് 2 വിക്ഷേപിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, എനർജി കറൻസി ഓഫ് സെൽ. ഒരു കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത്, എനർജി കറൻസി ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ATP തന്മാത്രകൾ, ATP മോളിക്യൂൾസ് ആണ് ഒരു കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത്. അതിന്റെ ആ ATPയുടെ ഫുൾ ഫോമും കൂടി ഒന്ന് ഓർത്തു വെക്കണം. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATP മോളിക്യൂൾസ്. അതാണ് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ എനർജി സെൽ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശത്തിലെ അല്ലേ? ഒരു എനർജി ഇല്ലാതെ കിടപ്പുണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ ഇവൻ എന്റെ കൂടെ ഈ വീഡിയോ ചെയ്യേണ്ടതാ. ഞാൻ 15 ക്വസ്റ്റ്യൻസ്, 5 വീതമുള്ള 3 സെറ്റ്, അതുപോലെ തന്നെ അവനും 3 സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് SFIയുടെ ബന്ധാണെന്ന് പറഞ്ഞത് കൊണ്ട് നിഷാൻ സ്കൂളിൽ പോകുന്നില്ല. പക്ഷെ എനിക്ക് സ്കൂളിൽ പോയേ പറ്റൂ, കുറച്ച് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നു. നിഷാൻ സുഖമായിട്ട് കിടക്കുന്നു, രാവിലെ എഴുന്നേറ്റത് പോലും ഇല്ല. നിഷാനേ, നിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, വീഡിയോ ഉണ്ടോ? നിഷാൻ ഇല്ല. മണി എത്ര ആയെന്നൂടെ പറഞ്ഞേര്. സമയം ഇപ്പം 8:15. 8:15 പോകേണ്ട സമയമായി. 8:15. അപ്പോഴും അവൻ എഴുന്നേറ്റിട്ടില്ല. എന്താല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ, തൈറോക്സിൻ. അതിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം. ശ്രദ്ധിക്കണം, തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ്. കുട്ടികളിൽ അത് ക്രെറ്റിനിസം ആണ്. ക്രെറ്റിനിസം തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണോ? തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് തൈറോക്സിൻ. തൈറോക്സിൻ ഹോർമോൺ. അപ്പൊ അതിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നത് ക്രെറ്റിനിസം. എങ്കിൽ മുതിർന്നവരിൽ ഉണ്ടാകുന്നത് ഹൈപ്പോ തൈറോയിഡിസം. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, മുതിർന്നവരിൽ വല്ലതും ഉണ്ടോ? അതെ, മുതിർന്നവരില് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. ഇനി അതിന്റെ തന്നെ ഏറ്റവും എക്സ്ട്രീം വെർഷൻ, ഹൈപ്പോ തൈറോയിഡിസം ബാധിക്കും. അതിന്റെ തന്നെ ഏറ്റവും ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് മിക്സിഡിമ. നമ്മള് കേട്ടിട്ടുണ്ടല്ലോ. മുതിർന്നവർക്കാണ് മിക്സിഡിമ. അതെ, ക്രെറ്റിനിസം, ഹൈപ്പോ തൈറോയിഡിസം, അതിന്റെ എക്സ്ട്രീം ഫോം മിക്സിഡിമ. അപ്പൊ ആ 3 രോഗങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. അത് ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഏതാണെന്നറിയുമോ? സസ്യ ഹോർമോൺ. എനിക്ക് ക്ലൂ ഉണ്ടോ? ഞാൻ പറയട്ടെ. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ എഥിലിൻ അല്ല, ഓക്സിൻ ആണ്. ഓക്സിൻ വളർച്ചാ ഹോർമോൺ. യെസ്, എല്ലാം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ. ഓക്സിൻ. അപ്പൊ പറഞ്ഞാൽ എഥിലിൻ ഒരു പ്രത്യേകതയുണ്ട്. അത് സസ്യ ഹോർമോണുകളിൽ വാതക രൂപത്തിലുള്ള ഒരേ ഒരു ഹോർമോണേ ഉള്ളൂ. അതാ ഞാൻ ഉദ്ദേശിച്ചേ. വാതക രൂപത്തിലുള്ള ഒരേ ഒരു സസ്യ ഹോർമോണാണ് എഥിലിൻ. പക്ഷെ ആദ്യത്തെ കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഓക്സിൻ. 5, ലങ്സ്. മനുഷ്യന്റെ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഒരു നേരിയ ആവരണമുണ്ട്. അതിന്റെ പേരറിയോ? ശ്വാസകോശത്തെ പൊതിഞ്ഞ് അറിയോ? ശ്വാസകോശമാണ്. ശ്വാസകോശം. പ്ലൂറ. അത് ഓർത്തു വെക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഡബിൾ ലെയർ ആണ്, 2 ലെയർ ആവരണമാണ്, ലെയർ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം പ്ലൂറൽ എപ്പോഴും എങ്ങനെയാ, ഒന്ന് കൂടുതലാണ്. അപ്പൊ നമുക്ക് അത് ആ രീതിയിൽ ഓർക്കാം. ഇപ്പൊ ശ്വാസകോശത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ആവരണം പ്ലൂറ. എങ്കിൽ നമ്മുടെ തലച്ചോറിനെ, മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്നത് മെനിഞ്ചസ്. അവിടെ ബാധിക്കും. അതുകൊണ്ടാണ് ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം എന്ത്? പെരികാർഡിയം. പെരികാർഡിയം അതാണ് അതുകൊണ്ട് ഉണ്ടായിരുന്നു. പെരികാർഡിയം ഹൃദയം, മെനിഞ്ചസ് മസ്തിഷ്കം. അതാണ് മസ്തിഷ്കത്തെ ബാധിക്കുന്ന രോഗം, മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചസ് ആണ് ഇത് തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം. ആൻഡ് ലങ്സിനെ പൊതിഞ്ഞിരിക്കുന്നത് പ്ലൂറ. ബ്രോങ്കൈറ്റിസ്. ലങ്സിനെ ബാധിക്കുന്ന സുഖല്ലേ? GSAT 7 എന്താ പ്രത്യേകത എന്നറിയോ? GSAT 7 ഞാൻ പറയണോ? പറഞ്ഞു. ഈ GSAT 7 ഇന്ത്യയുടെ മിലിറ്ററി പർപ്പസിന് വേണ്ടിയുള്ള ആദ്യത്തെ ഇന്ത്യൻ മിലിറ്ററി, ഇന്ത്യൻ സൈന്യത്തിന് നൽകിയ ആദ്യത്തെ ഇന്ത്യൻ സാറ്റലൈറ്റ് ആണ്. അവർക്ക് വേണ്ടി സമർപ്പിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് ആണ്
GSAT-7. റൈറ്റ്. അതുപോലെ തന്നെ GSAT-9 ഒരു പ്രത്യേകതയുണ്ട്. അത് സൗത്ത് ഏഷ്യ സാറ്റലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. GSAT-9 സൗത്ത് ഏഷ്യ സാറ്റലൈറ്റ് എന്ന് അറിയപ്പെടുന്നു. GSAT-7 ആണ് മിലിറ്ററിക്ക് നൽകിയ, സൈന്യത്തിന് നൽകിയ ആദ്യത്തെ ഇന്ത്യൻ സാറ്റലൈറ്റ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ടാക്സോണമി. നമ്മൾ ഓർത്തിരിക്കേണ്ട ശാസ്ത്രം, സയൻസ് പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു ശാസ്ത്ര മേഖലയാണ് ടാക്സോണമി. അത് വർഗീകരണ ശാസ്ത്രമാണ്. അപ്പം ടാക്സോണമി എന്താണെന്ന് മനസ്സിലായല്ലോ. ജീവജാലങ്ങളെ അവയുടെ ജീൻ, സ്പീഷീസ്, മറ്റ് പ്രത്യേകതകൾക്കൊക്കെ അനുസരിച്ച് പല ഗ്രൂപ്പുകളായി വേർതിരിക്കുന്ന ആ വർഗീകരണ ശാസ്ത്രമാണ് ടാക്സോണമി. ആ പേര് ടാക്സോണമി എന്ന ആ ഒരു ടേം ഓർത്തു വെക്കണം. Who is known as the father of taxonomy? കാൾ ലിനേസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു പ്രൊജക്ട്, ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ്. ഹ്യൂമൻ ജിനോം പ്രൊജക്ട് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ അത് ആവിഷ്കരിച്ച വ്യക്തി ആരെന്നറിയോ? ഹ്യൂമൻ ജിനോം പ്രൊജക്ട് ജെയിംസ് വാട്സൺ ആണ് ഹ്യൂമൻ ജിനോം പ്രൊജക്ട് മുന്നോട്ട് വെച്ചത്. ഈ പേര് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ജെയിംസ് വാട്സൺ ആണ് ഫ്രാൻസിസ് ക്രിക്കിന്റെ കൂടെ ചേർന്ന് DNA-യുടെ ഘടന, ഡബിൾ ഹെലിക്കൽ ആ ഷേപ്പ് കണ്ടെത്തിയതും ഈ ജെയിംസ് വാട്സൺ ആണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലേക്കൊക്കെ എത്തിയത്. അതുകൊണ്ടാണല്ലോ ഹ്യൂമൻ ജീനോം പ്രോജക്ട് ആവിഷ്കരിച്ചത് ജെയിംസ് വാട്സൺ. ഈ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടി ചേർന്നാണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ ഷേപ്പും കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനുകൾ അത് ഫൈബ്രിനോജൻ ആണ്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്, വൈറ്റമിൻ കെ. അപ്പൊ ആ രണ്ടെണ്ണം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, ഫൈബ്രിനോജൻ, കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. രക്തകോശങ്ങളിൽ ഏതാ ഈ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്? വൈറ്റ് ബ്ലഡ്സ് ആണോ, റെഡ് ബ്ലഡ്സ് ആണോ, പ്ലേറ്റ്ലെറ്റ്സ് ആണോ? പ്ലേറ്റ്ലെറ്റ്സ്. അത് ഓർത്തിരിക്കണമല്ലോ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റ്സ്. അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അത് ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ ഞാൻ അങ്ങനെ പറയാൻ കാരണം, വേറൊരു ഉപകരണമുണ്ട് ഹൈഗ്രോമീറ്റർ. അത് ഹ്യൂമിഡിറ്റി അളക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാണ്. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് അളക്കുന്നതിന് വേണ്ടിയാണ് ഹൈഗ്രോമീറ്റർ. ഊഷ്മാവെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ അല്ലേ, ആർദ്രത അതന്നെ. ഹ്യൂമിഡിറ്റി ആർദ്രത, ഊഷ്മാവല്ല കേട്ടോ. അപ്പോൾ ഹ്യൂമിഡിറ്റി അളക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കുന്നതിന് വേണ്ടിയുള്ളത്. അത് രണ്ടും പലർക്കും കൺഫ്യൂഷൻ ആകാറുള്ളതാണ്. എനിക്ക് കൺഫ്യൂഷൻ എഴുന്നേറ്റു. നിഷാൻ, നിന്റെ ക്വസ്റ്റ്യൻസ് എടുക്ക. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടുക. വാടാ നിഷാൻ. ഇല്ല, അതും പോയി. ഓക്കെ, ഇനി എന്റെ അടുത്ത ചോദ്യം, ഇത് ബയോളജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലൈറ്റ് രോഗം ഏത് സസ്യത്തെയാണ് ബാധിക്കുന്നത്? ബ്ലൈറ്റ് രോഗം അത് നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ്. നെല്ലിനെയോ? ബ്ലൈറ്റ്. അതൊക്കെ ഓർത്തു വെക്കണം. രോഗങ്ങൾ, അതും ചെടികളെ ബാധിക്കുന്ന, സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ബ്ലൈറ്റ് രോഗം നെല്ലിനെ ബാധിക്കുന്നു. വഴുതനെ ബാധിക്കുന്ന രോഗമാണ് വാട്ടരോഗം. വാട്ടരോഗം എന്തൊക്കെ പേരല്ലേ. അപ്പൊ ഈ ബ്ലൈറ്റ് ഡിസീസും വാട്ടരോഗവും ബാക്ടീരിയൽ ഡിസീസസ് ആണ്, ചെടികളെ ബാധിക്കുന്ന ബാക്ടീരിയൽ ഡിസീസസ്. അതുപോലെ പയർ, മരച്ചീനിയെ ബാധിക്കുന്ന മൊസൈക്ക്, അത് നമ്മൾ കേട്ടിട്ടുള്ള പേരായിരിക്കും, മൊസൈക്ക് ഡിസീസ്. പയർ, മരച്ചീനിയൊക്കെ ബാധിക്കുന്നു. അതുപോലെ വാഴയെ ബാധിക്കുന്ന കുറുനാമ്പ്, മൊസൈക്ക്, കുറുനാമ്പ്, ഈ രണ്ട് രോഗങ്ങളും വൈറൽ ഡിസീസസ് ആണ് ഈ രണ്ട് ഡിസീസസ്. അതുപോലെ തെങ്ങിനെ ബാധിക്കുന്ന മണ്ടചീയൽ, ആ ഒരു രോഗം അത് ഫംഗൽ ഡിസീസ് ആണ്, ഫംഗസ് ആണ് അതിന് കാരണമാകുന്നത്. ഈ കാര്യങ്ങളും അതിന് കാരണക്കാരനായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ആ കാര്യങ്ങളും ഓർക്കുക. ത്വക്കിന്, നമ്മുടെ സ്കിന്നിന് കളർ നൽകുന്ന, നിറം നൽകുന്നത് ഏത് പിഗ്മെന്റ് ആണ്? അത് മെലാനിൻ. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഈ മെലാനിൻ ത്വക്കിന് നിറം നൽകുന്നു. അതുപോലെ പഠിക്കേണ്ടതാണ്, രക്തത്തിന് ആ ചുവപ്പ് നിറം നൽകുന്നത് അത് ഹീമോഗ്ലോബിൻ ആണ്. പിന്നെ അതുപോലെ ചെടികൾക്കും സസ്യങ്ങൾക്കും ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിനാണ്. ചുവപ്പ് വയലറ്റ് നിറങ്ങൾ നൽകുന്നത് ആന്തോസയാനിനാണ്. മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്.
അതുപോലെ മഞ്ഞ പോലുള്ള മഞ്ഞ കലർന്ന ഓറഞ്ച്, ക്യാരറ്റ് ഓറഞ്ച് ഇല്ലേ, ആ ഒരു നിറം നൽകുന്നത് കരോട്ടിൻ ആണ്. അതുകൊണ്ടാണ് ക്യാരറ്റ് എന്ന പേര്. കരോട്ടിൻ, ക്യാരറ്റിൻ ആ കളർ കരോട്ടിൻ അല്ലേ? കരോട്ടിൻ. ആ കാര്യങ്ങൾ ഓർക്കുക. ത്വക്കിന് മെലാനിൻ, രക്തത്തിന് ഹീമോഗ്ലോബിൻ, ചെടികളിലും സസ്യങ്ങളിലും റെഡ് കളറ് ആന്തോസയാനിൻ, മഞ്ഞ നിറം സാന്തോഫിൽ, മഞ്ഞ കലർന്ന ഓറഞ്ച് കരോട്ടിൻ. ഓക്കെ. ഇനി ആകാശം നീല നിറത്തിലാണല്ലോ നമ്മൾ കാണുന്നത്. അതിന് കാരണമായ പ്രകാശ പ്രതിഭാസം സ്കാറ്ററിംഗ്. യെസ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, വിസരണമാണ് ആകാശം നീല നിറത്തിൽ കാണാൻ കാരണമാകുന്നത്. അത് കാരണമാണ് കടലിനും നദികൾക്കുമൊക്കെ നീല നിറം വന്നത്. ആ കാര്യങ്ങളൊക്കെ, ആ ചിന്തയിൽ നിന്നൊക്കെയാണ് രാമൻ എഫക്ട് അല്ലേ? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റുമായി റിലേറ്റ് ചെയ്താണ്. അതിങ്ങനെ രാമൻ എഫക്ട് വരുന്നു. അദ്ദേഹം രാമൻ എഫക്ട് കണ്ടെത്തിയ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമൊക്കെ ആകുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം, ഇൻ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം അത് ശുക്രനാണ്. ശുക്രൻ, വീനസ്. പ്രഭാത നക്ഷത്രം എന്നും വൈകുന്നേര സായാഹ്ന നക്ഷത്രം എന്നും അറിയപ്പെടുന്നതും അത് തന്നെയാണ്. 8:30 കഴിഞ്ഞോ? സ്കൂളിൽ പോകുന്ന സമയമായോ? ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മമ്മ സിഗ്നൽ തന്നു സ്കൂളിൽ പോകാൻ സമയമായത്. ഈ ദുഷ്ടൻ എഴുന്നേറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവൻ എഴുന്നേറ്റതിന് ശേഷം ബാക്കി ക്വസ്റ്റ്യൻസുമായി വരുന്നതായിരിക്കും. അപ്പം ബൈ. നമ്മുടെ ചാനല് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ജോയിൻ ചെയ്യാനും അവസരമുണ്ട്. അതിനും മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ ഉണ്ട്. അപ്പം പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും ഉറങ്ങുന്ന നിശാനൊപ്പം നിബിൻ.